എല്ലാവർക്കും ഫിലിംസ് ആൻഡ് ട്രെൻഡ്സിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ടെലഗ്രാം ബാനായോ, ടെലഗ്രാമിന് എന്ത് പറ്റി, കുറേ ദിവസങ്ങളായി എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. ഏത് സിനിമയും കിട്ടിക്കൊണ്ടിരുന്ന പല ചാനലുകളും കാണാനില്ല, ചില തവണ ഡെഡ് ഗ്രൂപ്പായി മാറുന്നു. ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ടെലഗ്രാമിന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ഉത്തരവാണ് ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോ. സിനിമ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ടെലഗ്രാമിനെ ആശ്രയിക്കുന്നവരാണ് നമ്മളീ പല ആൾക്കാരും. ടെലഗ്രാമിനെ ജനപ്രിയമാക്കുന്നതും ഇതുതന്നെയാണ്. ലക്ഷക്കണക്കിന് ചാനലുകളും ഗ്രൂപ്പുകളും ടെലഗ്രാമിലുണ്ട്. സിനിമാ പൈറസിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതും ഇതേ സോഷ്യൽ മീഡിയ ആപ്പ് തന്നെയാണ് കേട്ടോ. ഈ അടുത്തിറങ്ങിയ വെള്ളം സിനിമ വരെ പൈറസിയുടെ പേര് ടെലഗ്രാമിനെ പ്രതിയിറക്കുകയുണ്ടായി. എന്നാൽ യഥാർത്ഥ പ്രശ്നം ഇവിടെ അല്ല ഉണ്ടായത്. ഇസ്രായേലിൽ ടെലഗ്രാമിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യപ്പെടുകയും കോടതി ഉത്തരവിൻ പ്രകാരം പൈറേറ്റഡ് സിനിമകൾ, TV ഷോകൾ എന്നിവയിലേക്കുള്ള പ്രവേശനം ടെലഗ്രാം നിർത്തലാക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് പൈറേറ്റഡ് കണ്ടൻസ് ഷെയർ ചെയ്യുന്ന ചാനലുകളും ഗ്രൂപ്പുകളും ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള പല ചാനലുകളും ഗ്രൂപ്പുകളും ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതോടെ സിനിമയെടുക്കാൻ ടെലഗ്രാമിനെ ആശ്രയിക്കുന്നവരെല്ലാം പെരുവഴിയിലാവുകയും ചെയ്തു. ദ മോഷൻ പിക്ചർ അസോസിയേഷൻ, പാരാമൗണ്ട് പിക്ചേഴ്സ് അസോസിയേഷൻ, സോണി പിക്ചേഴ്സ്, നെറ്റ്ഫ്ലിക്സ്, വാർണർ ബ്രോസ് തുടങ്ങിയ സകല വമ്പന്മാരോടൊപ്പം പൈറേറ്റഡ് കണ്ടൻസ് റിമൂവ് ചെയ്യാൻ ടെലഗ്രാം സഹകരിച്ചു തുടങ്ങി. ശരിക്കും ടെലഗ്രാം ബാനായിട്ടില്ല, ടെലഗ്രാമിലെ പൈറേറ്റഡ് കണ്ടൻസ് ആണ് ബാനായിരിക്കുന്നത്. പക്ഷേ ഇതോടെ പൈറസി അവസാനിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോഴും ടെലഗ്രാമിൽ സിനിമ കിട്ടുന്നുണ്ടെങ്കിലോ, കിട്ടാൻ വഴികളുണ്ടെങ്കിലോ, യാതൊരുവിധ റിസ്ക്കും ഇല്ലാതെ സിനിമകൾ ഡൗൺലോഡ് ചെയ്യാൻ ഇപ്പോഴും ടെലഗ്രാമിൽ സാധിക്കും. അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: സബ്സ്ക്രൈബ് ചെയ്യുക, കാത്തിരിക്കുക, മറ്റുള്ളവർ കാണാൻ വേണ്ടി ഷെയർ ചെയ്യുക.